പ്രിയമുള്ളവരെ, തൃശ്ശൂർ ജില്ലയിലെ മറ്റം പഞ്ചായത്തിൽ ഇന്ന് നടന്ന നാടകം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ CPM-നെ തോൽപ്പിക്കാൻ കോൺഗ്രസിൻ്റെ 8 പേര് BJP-യോടൊപ്പം ചേർന്നു. 8 പേരെ BJP വിലക്കെടുത്തു എന്നാണ് പറയുന്നത്. ഇത് CPM പറയുന്നതല്ല, ആ പ്രദേശത്ത് അവശേഷിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞതാണ്. ഇതൊരു കച്ചവടമാണ്, ഈ കച്ചവടത്തിന് ചന്ദ്രനോ മറ്റോ പേരുള്ള ഒരു ജില്ലാ ഭാരവാഹി അടക്കം, കോൺഗ്രസിൻ്റെ ഭാരവാഹി അടക്കം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അവിടെയുള്ള അപൂർവം ചില കോൺഗ്രസ്സുകാർ പറയുന്നത്. നിങ്ങൾ നോക്ക്, കൂറുമാറിയത് എത്ര പേരാണെന്നറിയോ? 8 പേരാണ്. 6 പേര് കോൺഗ്രസ്, 2 പേര് കോൺഗ്രസ് വിമതർ. അപ്പോൾ വിമതർക്കും ഈ കോൺഗ്രസ്സുകാർക്കുമൊക്കെ ഒറ്റ മനസ്സ് ഇക്കാര്യത്തിൽ. എന്തിന്? BJP വില പറയുമ്പോൾ അവരുടെ കൂടെ പോകാൻ. അങ്ങനെ ആ 8ഉം 4ഉം 12 പേർ CPM-നെ തോൽപ്പിച്ച് ഇപ്പോൾ BJP-യുടേതായ ഒരു പ്രസിഡൻറ്റിനെ ഉണ്ടാക്കി ആ പഞ്ചായത്ത് ഭരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ പറയാണ് ഞങ്ങൾ അവരെ പുറത്താക്കി. ഈ 8 പേര് പറയാണ് ഞങ്ങൾ എപ്പോഴോ കോൺഗ്രസ് നിന്ന് രാജിവെച്ചു. ഈ നാടകം നിങ്ങൾക്ക് പരസ്പരം കാണിക്കാം. ഞങ്ങൾ പുറത്താക്കിയെന്നൊരു കൂട്ടർക്ക് പറയാം, ഞങ്ങൾ എപ്പോഴോ രാജിവെച്ച് പോകുന്നെന്ന് മറുകൂട്ടർക്ക് പറയാം. പക്ഷേ അവിടെ വിഡ്ഢികളാക്കപ്പെട്ട ഒരു ജനതയുണ്ട്, ഒരു നാടുണ്ട്. ഇപ്പോഴും ചിലരെങ്കിലും BJP-ക്കെതിരെയുള്ള ബദലാണ് കോൺഗ്രസ് എന്ന് വിശ്വസിച്ച് ഈ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് ഈ 8 പേര് ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങി വീടാന്തരം കയറി ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ചുമരിലൊട്ടിച്ച് ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാക്കി വെച്ച ഒരുപാട് ആളുകളുണ്ടല്ലോ. ആ ആളുകളൊക്കെ നിങ്ങൾ വിഡ്ഢികളാക്കി. BJP-ക്ക് ബദൽ, അല്ലെങ്കിൽ വർഗീയതയ്ക്ക് ബദൽ കോൺഗ്രസ്. സകല മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരനും ദാവൂദും അടക്കം ഇരുട്ടുമുറിയിൽ വെച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? കോൺഗ്രസ്സാണ് ബദൽ. ഇല്ലേ? സ്നേഹത്തിൻ്റെ കട തുറക്കുന്നവർ കോൺഗ്രസ്സാണ്. BJP-ക്കെതിരെ പകയുടെ വിദ്വേഷത്തിൻ്റെ അതിനെതിരെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നവർ ഇപ്പം എവിടെയുണ്ട്? ഇതൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞതൊക്കെയാണ് ശരി എന്ന് വിശ്വസിച്ച് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിൽ ജയിച്ച 8 പേർ. മഹാഭാഗ്യം ബാക്കിയുള്ളവരും കൂടി ജയിക്കാതിരുന്നത്. ഞാനിപ്പോഴും കരുതുന്നു ജയിക്കാതെ പോയ കോൺഗ്രസ്സുകാരുടെയും അവിടുത്തെ പഞ്ചായത്തിലേക്ക് മത്സരിച്ചവരുടെ മനസ്സും ഇത് തന്നെയല്ലേ? 8 പേരുടെ മനസ്സിതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ മനസ്സിൽ പാതിയെങ്കിലും പേരുടെ മനസ്സിതായിരിക്കില്ലേ? മഹാഭാഗ്യം അവരൊക്കെ ജയിച്ച് വരാതിരുന്നത്. വന്നാൽ BJP-യുടെ മണിക്കിലക്കത്തിൻ്റെ കൂടെ പോകുന്ന കോൺഗ്രസ്. ഇത് കേരളത്തിനൊരു പക്ഷേ പുത്തൻ അനുഭവമായിരിക്കും. പുത്തൻ അനുഭവം എന്ന് ഞാൻ പറയുന്നില്ല, ചില ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് നമ്മൾ എത്ര കണ്ടു? എത്ര MLA-മാർ MP-മാർ ജനങ്ങൾ ജയിപ്പിച്ചവർ നേരിട്ട് BJP പോയി. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്നുള്ള BJP-യുടെ MP-മാരിൽ 1/3 കോൺഗ്രസ്സാണ്. അത് പോകട്ടെ, അവർ നേരത്തെ MP-മാരും MLA-മാരുമായിക്കൊണ്ടിരിക്കുമ്പോൾ BJP-യിലേക്ക് പോയി. ത്രിപുരയിൽ നമുക്കറിയാം, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ത്രിപുരയിൽ 60 സീറ്റിൽ 50 സീറ്റ് ഇടതുപക്ഷം, 10 സീറ്റ് കോൺഗ്രസ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ 4 MLA-മാർ BJP പോയി. 5ാമത്തെ കൊല്ലമായപ്പോൾ ബാക്കിയുള്ള 6 പേരും BJP പോയി. ഒരു മെനക്കെടുമില്ലാതെ BJP-ക്ക് 10 MLA-മാരെ കിട്ടി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചു. എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം കുത്തനെ താന്നു. എത്ര വോട്ട് കോൺഗ്രസിന് മുമ്പ് കിട്ടിയിരുന്നോ അതിലെത്ര കുറഞ്ഞോ അത്രയും MP-മാർ BJP-ക്ക് ഉണ്ടായി. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ BJP-യിലേക്ക് പോയി കോൺഗ്രസ്. അപ്പോഴും ഇടതുപക്ഷം അവിടെ 10-20 പേര് അവശേഷിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ MLA-മാരും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പോയത് ആസാമിലെ വിശ്വാസടക്കം പലരെയും നമ്മൾ കണ്ടു. ഇതാണ് പ്രിയപ്പെട്ടവരെ കോൺഗ്രസ്. നാളെയും അവർ വരും. കൈപ്പത്തി, BJP-ക്ക് ബദൽ, സ്നേഹത്തിൻ്റെ കട തുറക്കുന്നവർ. രാഹുൽ ഗാന്ധിക്ക് നേരിടാൻ കഴിയും BJP-യെ, ഇല്ലേ? ഇപ്പം എന്തായി? നമ്മുടെ നാട്ടിലെ അനുഭവമാണ്. നാളെ ഇവർ ജയിച്ചാൽ ഈ കേരളം അവർ BJP-ക്ക് മറിച്ച് വെക്കില്ലെന്ന് ആര് ഗ്യാരണ്ടി പറയും? ഇവർ പുറത്താക്കിയെന്ന് പറയും, ചിലർ പറയും ഞങ്ങൾ രാജിവെച്ചെന്ന്. പക്ഷേ വോട്ട് ചെയ്ത ജനം അപ്പോൾ ചതിക്കപ്പെടും. പുനർചിന്തനത്തിന് സമയമില്ല പ്രിയപ്പെട്ടവരെ. മറ്റം പഞ്ചായത്തിൽ BJP-ക്കെതിരെ എന്ന ധാരണയിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. തിരിച്ചു വിളിക്കാൻ കഴിയാത്തൊരു സംവിധാനമാണ് ഈ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് കണ്ട് അനുഭവിച്ച കേരളീയ ജനത തിരിച്ചറിയുക, ഒരിക്കലും കോൺഗ്രസ് BJP-ക്ക് ബദലല്ല. കോൺഗ്രസ് BJP-യോട് വിലപേശി എന്നിട്ട് ആ BJP-ആയി മാറുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ്സേ, UDF, മുസ്ലിം ലീഗ്, നിങ്ങൾ മാപ്പ് പറയണം ആ നാട്ടിലെ ജനങ്ങളോട്. അവരെ പറഞ്ഞു പറ്റിച്ചതിന്, ഇവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതിന് നിങ്ങൾ ആ ജനങ്ങളോട് മാപ്പ് പറയണം. പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു സാമാന്യ മര്യാദയുണ്ടെങ്കിൽ, ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം. KPCC പ്രസിഡൻറ്റും UDF നേതാവും ലീഗും
ഇവർക്ക് വേണ്ടി ചാനൽ മുറിയുടെ ഇരുട്ട് മുറിയിൽ ഇരുന്ന് കപട കച്ചവടം നടത്തുന്ന ദാവൂദുമാരടക്കം മാപ്പ് പറയണം.